الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الصابرين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വന്നിരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമയം വളരെ വൈകി. നിങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ദുആ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു നീണ്ട പ്രസംഗം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനൊരു പ്രസംഗം കഴിഞ്ഞ് വരികയാണ്. രാവിലെ 4:30 മണി മുതൽ ഇതുവരെ വോട്ടാണ്. അതിലിടക്ക് ഒരു 2-2.5 മണിക്കൂർ വാദം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളിലും പ്രസംഗിച്ച CD കാസറ്റുകൾ ഉണ്ടല്ലോ, നല്ല സുഖത്തോടെ സൗകര്യത്തോടെ ഇരുന്ന് കേൾക്കാം. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഞാൻ ഈ പ്രാവശ്യം റമദാനിൽ UAE പോയപ്പോൾ ഒരു റൂമിലിരുന്ന് വയല് പറഞ്ഞു. 3 ആളുകളാണ് അത് കേൾക്കാനുള്ള, വെറും 3 ആളുകൾ. അത് UAE-ന്റെ 3 ആയതുകൊണ്ട് 12 ഇരട്ടി ഉണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട. ദിർഹമല്ല, ആളാണ്, 3 ആള്. പക്ഷേ വയല് കഴിഞ്ഞപ്പോ സംഘാടകർ എന്നോട് പറഞ്ഞു 3000-ഓളം ആളുകൾ ഈ വയല് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്റർനെറ്റിലാണ് വയല് കഴിഞ്ഞപ്പോ ഒരാൾ സംശയം ചോദിച്ചു. സംശയം ചോദിക്കുന്നത് രാമനാട്ടുകരയിൽ നിന്നാണ്. ഞാൻ വയല് പറയുന്നത് UAE-യിൽ നിന്നാണ്. തറാവീഹിനെ സംബന്ധിച്ചാണ് സംശയം ചോദിച്ചത്. ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ അതേ പ്രസംഗം തന്നെ ഈജിപ്തിലും ജപ്പാനിലും ലണ്ടനിലൊക്കെ ഇരുന്ന് ആളുകൾ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ചു കാലം കൂടി കഴിഞ്ഞാല് നമ്മുടെ ഈ മമ്പീതി ഈ സാസിലേക്ക് വരുമ്പോ ഈ സൈഡിലൊക്കെ ഓട്ടോറിക്ഷ നിർത്തിയിട്ടും കാറ് നിർത്തിയിട്ടും ബ്ലോക്ക് ആകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് വേദങ്ങനെ പറഞ്ഞാൽ ലോകോട്ടാകെ കേൾക്കുന്ന ഒരു ചുറ്റുപാട്, പിന്നെ കാറ് ബ്ലോക്കായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ മഴ പെയ്യുന്നത് ഭയപ്പെടേണ്ടി വരൂല. അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ് വരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഒരു വയല് പറഞ്ഞാൽ അത് CD കാസറ്റാക്കി മനുഷ്യനെ കാണുന്ന രൂപത്തിൽ റോഹില്ലെങ്കിലും എല്ലാവർക്കും കേൾക്കാനുള്ള സംവിധാനം ആയിട്ടുണ്ട്. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളും എതിരാളികളും തമ്മിൽ തർക്കമുള്ള ഖുതുബ, സ്ത്രീ ജുമുഅ, തവസ്സുൽ, ഇസ്തിഗാസ, ബർക്കത്ത്, മൗലിദ്, റാത്തീബ്, ദിക്ർ, തൽഖീൻ, തസ്ബീത്ത്, ബർക്കത്ത്, അങ്ങനെ തുടങ്ങി സലാത്ത്, ദിക്ർ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാ വിഷയത്തിലും ഓരോ ദിവസം പ്രസംഗം നടത്തി
അങ്ങനെ ചുരുങ്ങിയതൊരു 10-15 ദിവസം വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഈ കൊല്ലം CD ഇറക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആരും വയലിന് ക്ഷണിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ കൊല്ലം അത് നിർബന്ധമാണെന്ന് തോന്നിയത് കൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ തകർക്കാൻ വേണ്ടി ഒരുപാട് CDകളും ഓഡിയോ കാസറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ വെട്ടിയും നുറുക്കിയും ഉദ്ധരിക്കൽ അവരുടെ പതിവാണ്. അതുപോലെ ഹദീസുകളും വെട്ടിയും നുറുക്കിയും ഉദ്ധരിക്കൽ പതിവാണ്. അർത്ഥം മാറ്റലും പതിവാണ്. ഇമാമിങ്ങളുടെ കിതാബുകളും അങ്ങനെ തന്നെ ഉദ്ധരിക്കൽ പതിവാണ്. ഇപ്പൊ അതിന്റെ ഒക്കെ പുറമെ ഈ സാധുവായ ഞാനടക്കം ഉള്ള എളിയ പ്രവർത്തകന്മാരുടെ പ്രസംഗങ്ങൾ പകുതി അപ്പുറവും ഇപ്പുറമൊക്കെ വെട്ടി നുറുക്കി എന്നിട്ട് CD-യിലും ഓഡിയോ കാസറ്റിലൊക്കെ കയറ്റിയിട്ട് അതാ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, ഇതിനപ്പുറം എന്താ പറഞ്ഞെന്ന് പറയില്ല. അതിനൊരു മൗലവി വാദപ്രതിവാദത്തിൽ ചോദിച്ചത് അപ്പുറവും ഇപ്പുറവും അങ്ങനെ ഉള്ളത് കൊണ്ട് മധ്യത്തിലുള്ളത് ഇല്ലാതിരിക്കുമോ എന്നാണ്. അപ്പുറവും ഇപ്പുറവും അതിനെതിരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടുവിലുള്ള ഇല്ലാതിരിക്കുമോ എന്നാണ് അയാൾ ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഒരാൾ ലാ ഇലാഹ എന്ന് പറയുന്നത് മുറിച്ചെടുത്ത് കേൾപ്പിക്കുക. എന്റെ പോലെ കണ്ടോ ഇയാൾ ഇലാഹില്ല എന്ന് പറയുന്നത്, അദ്ദേഹം ഇല്ലല്ലാഹ് ശേഷം പറയുന്നുണ്ട്, അത് കേൾപ്പിക്കുന്നില്ല ഈ രൂപത്തിൽ. എന്നിട്ട് പറയും ഇപ്പറുള്ളത് കൊണ്ട് അപ്പുറത്തെ ഇല്ലാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? അതുകൊണ്ട് ജനങ്ങൾ, ഒരുപാട് ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചൊന്നുമല്ല, എന്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചവർ ശ്രദ്ധയിൽപ്പെട്ടു. അല്ലാഹു ജല്ല ജലാലുഹു അവർക്കെല്ലാം ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ. മറ്റൊന്ന്, ഇവിടെ ഈ വീഡിയോ പിടിക്കുന്ന ആളോട് ഞാൻ പറയുന്നു, ആര് പ്രസംഗം പിടിച്ചാലും ഇറക്കാൻ പാടില്ല. ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ കേട്ട് നോക്കിയിട്ട് അതിലെന്തെങ്കിലും വാക്ക് നാക്കിൽ പിഴകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കിയിട്ടേ ഇറക്കാവും. ഞാനിപ്പോ അടുത്ത ഒരു സ്ഥലത്തുനിന്ന് ഒരു വലിയൊരു നേതാവിന്റെ പേര് പറഞ്ഞു, തവ്വലല്ലാഹു എന്ന് പറഞ്ഞിട്ട് നവ്വറല്ലാഹു ബർക്കത്തുഹു എന്ന് പറഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞാൽ സബുൽ മുബിക്കാത്തപ്പെട്ട തെറ്റൊന്നും ആവില്ല. അദ്ദേഹം ഉറങ്ങുന്ന സ്ഥലം പ്രകാശിക്കട്ടെ എന്നാണ് അതിന്റെ നേരർത്ഥം. പക്ഷേ അത് പരിഹസിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. നാക്കിൽ വന്ന പിഴവാണെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലുകൾ ധാരാളം നടക്കുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ ദീർഘമായിട്ട് വയതൊന്നും പറയുന്നില്ല, 1-2 കാര്യങ്ങൾ മാത്രം പറയും. ഇപ്പൊ അടുത്ത് നിങ്ങൾക്കറിയുമോ, ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഞങ്ങൾ ഉറക്കു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തമാശ കാണിച്ചു തരാൻ പോവാം. നമ്മൾ ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്ക് തൊള്ള നിറയെ പുണ്ണ് ഉറക്കൊഴിച്ചിട്ടാണ് ഇന്നലെ മിന്നാന്നൊക്കെ കുറഞ്ഞ സമയം ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോ ഞാൻ തങ്ങളവറുകളോട് ഞാൻ പറഞ്ഞു, കൊണ്ടുവച്ച ഫ്രൂട്ട്സ് അതിനൊരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് മന്ത്രിച്ചിട്ട് തരണം. ഞാൻ മന്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് എനിക്ക് തെളിവ് ഖുർആനും ഹദീസുമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിച്ചിട്ടുണ്ട്. മന്ത്രിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബികൾ മന്ത്രിക്കുകയും പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുകയും ആ മന്ത്രിച്ചതോടുകൂടി വിഷം തീണ്ടിയ ആളുടെ വിഷം ഇറങ്ങിപ്പോവുകയും ആ മന്ത്രിച്ച സ്വഹാബത്ത് അവരോട് കൂലി ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഡിമാൻഡ് ചെയ്തതിനാൽ 30ഓളം ആടുകളെ ഒരൊറ്റ മന്ത്രത്തിന് കൂലി കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ ആട്ടിന്റെ മാംസം ഒരു ഭാഗം എനിക്കും തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുകയും അത് വാങ്ങി കഴിക്കാം എന്നത് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിനീതനായ ഞാൻ നാദാപുരത്ത് വെച്ച് ഈ അടുത്ത് നടത്തിയ 2ാമത്തെ ഖണ്ഡന പ്രസംഗത്തിന്റെ 8 CD-കൾ അത് കാണാത്തവരൊക്കെ കാണണം. എല്ലാവരും വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരുടെ കയ്യിലും ക്യാഷ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
എല്ലാവരും അത് കാണണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പറയാൻ കാരണം അവിടെ പ്രസംഗിച്ചിരുന്ന മൗലവി എല്ലാ ആലിമീങ്ങളെയും ചീത്ത പറഞ്ഞു. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഇബ്ലീസ്, ഖാറൂൻ, നമ്രൂദ്, ഫിർഔൻ, കാന്തപുരം എന്നാണ് ഉസ്താദിനെ ചീത്ത പറഞ്ഞ ശൈലിയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഫിർഔൻ സഖാഫിനാണ്, പിന്നെ പറഞ്ഞ് അയാൾക്ക് പൂർണ്ണ ലൂസാണ് എന്നാണ്, പിന്നെ പറഞ്ഞ് പെരും കള്ളൻ എന്നാണ്. ഇങ്ങനത്തെ എല്ലാ ശറഫാക്കപ്പെട്ട ലഫ്ളും ഉപയോഗിച്ചിട്ടുണ്ട്. ആ മൗലവി സ്വന്തം ബാപ്പാനെ ചീത്ത പറഞ്ഞു. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആഗോള നേതാവാണ്. ഷാർജ ഷെയ്ഖ് എന്നാണ് പറയാ. ഷാർജ ഭരിക്കുന്ന ഷെയ്ഖല്ല. അപ്പോ ആ മൗലവി സ്വന്തം ബാപ്പാനെ പരിഹസിച്ചത് ഇങ്ങനെയാണ്: കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം, മുസ്ലിംമാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം. യാസീനോത്ത് വേണേ നമ്മളെ പോക്കറ്റിലേക്ക് പൈസ. ഇങ്ങനെയാണ് മൗലവി കാണിച്ചു ശൈലിയാണ്. നമ്മളെ പോക്കറ്റിൽ പൈസ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിച്ചു. ഈ പരിഹസിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിനെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് മലപ്പുറം ജില്ലയിലെ ടിയൻപുരത്ത് കട്ടിപ്പാറ പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ മുഖ്രി ആയിരുന്നു. അദ്ദേഹം യാസീനൊക്കെ ഓതിയിട്ട് ആളുകൾ കീശയിൽ കൊടുക്കുന്ന ഹദിയ കൊണ്ടാണ് ഇയാൾക്ക് മുലപ്പാലല്ലാത്ത ഒക്കെ വാങ്ങിക്കൊടുത്തത്. അത് കഴിച്ചിട്ടാണ് ഈ മൗലവി വളർന്നത്. അപ്പൊ സ്വന്തം ബാപ്പ യാസീൻ ഓതിയിട്ട് ജനങ്ങൾ ഹദിയ കൊടുത്തതിനെ പരിഹസിച്ചിട്ട് അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഞാൻ അതിന്റെ മറുപടി പറയുന്ന സമയത്ത് ഈ ഹദീസ് അദ്ദേഹത്തിന്റെ ബാപ്പൻ അങ്ങനെ ജനങ്ങൾ നിസ്സാരപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ബുഖാരിയിലെ ഈ ഹദീസ് എടുത്തു ധരിച്ച് സംസാരിച്ചു. അവിടെ ആലിമീങ്ങളൊന്നും അങ്ങനെ കൂലി വാങ്ങാറില്ല, കൂലി പറയാറില്ല. മറിച്ച് ആരെങ്കിലും ഹദിയ കൊടുത്താൽ സ്വീകരിക്കലാണ് പതിവ്. എന്നാൽ കൂലി വാങ്ങുന്നത് തന്നെ സഹീഹുൽ ബുഖാരിയിലുണ്ട്. അത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ കൂലി നിശ്ചയിച്ചുകൊണ്ട് ഖുർആൻ ഓതാമോ, ഖുർആൻ പഠിപ്പിക്കാമോ എന്നത് ചർച്ച ചെയ്തിട്ട് ഈ ഹദീസ് അഹഖുമാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, നിങ്ങൾ കൂലി വാങ്ങുന്നതിൽ ഏറ്റവും അർഹതപ്പെട്ടത് പരിശുദ്ധ ഖുർആനാണെന്ന് പറയുന്ന ഹദീസ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് വിശദമായി ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്ന സിഗിരിയിൽ കേൾക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ തങ്ങളവറുകളോട് ഞാൻ ചെറിയ കഷ്ണം എടുത്ത് മന്ത്രിച്ചിട്ട് തരാൻ പറഞ്ഞു. കാരണം നമ്മൾ മന്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ചിലപ്പോൾ സയ്യിദന്മാരോട്, ആലിമീങ്ങളോട് നാം ബർക്കത്തിനു വേണ്ടി എന്തെങ്കിലും എഴുതി വാങ്ങലുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി ഖലബിഹി എന്ന് തുടങ്ങുന്ന ദിക്ർ, ആ ദിക്ർ തോലിൽ എഴുതിയിട്ട് ആ തോല് ചെറിയ കുട്ടികളുടെ കയ്യിന്റെ മേലെ ഏലസാക്കിയിട്ട് സഹാബത്ത് കെട്ടിക്കൊടുത്തിരുന്നുവെന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ ദിക്ർ എഴുതി കുട്ടികളുടെ കൈത്തോളിൽ കെട്ടിക്കൊടുത്തിരുന്നുവെന്ന് സഹിഹു സിത്തയിലുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദിക്റും ഖുർആനിന്റെ വചനങ്ങളുമൊക്കെ ബറക്കത്തിന് വേണ്ടി എഴുതിക്കെട്ടൽ ഉണ്ട്. മഹാന്മാർ ഉപയോഗിച്ച വസ്തുക്കൾ, മഹാന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കൽ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം, അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടിയുടെ കഷ്ണം കുപ്പിയിലാക്കി സൂക്ഷിക്കുകയും അത് കുപ്പായത്തിന്റെ കീശയിൽ തന്നെ പ്രത്യേകം സംരക്ഷിച്ചു നിർത്തുകയും ചെയ്തിരുന്നു. ആ മുടിയിട്ട വെള്ളം ഉപയോഗിക്കലും ആ വെള്ളം കൊണ്ട് രോഗശമനം തേടലും, അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആധാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കലും മുഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പതിവായിരുന്നു എന്ന് മകൻ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്
അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാൻ വേണ്ടി മാത്രം ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനധികം പറയണം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനുമാണല്ലോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന സത്യം, ആ സത്യം തുറന്നു പറയാൻ പണ്ഡിതന്മാരിൽ പലരും ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സുന്നത്ത് ജമാഅത്തിനെ അടിച്ചമർത്തപ്പെട്ടിരുന്ന കാലത്ത് പണ്ഡിതന്മാര് പലരും സത്യം തുറന്നു പറയാൻ പേടിച്ചു നിന്നപ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ഒരു ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉസ്താദായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ശിഷ്യനായ റബീഅ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ഉസ്താദിന്റെ കൂടെ ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന റബീഅ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഈ സുബ്ഹി നിസ്കരിച്ച ഉടനെ ഇവിടെ എത്തിയതെന്ന് അന്വേഷിച്ചപ്പോ ഉസ്താദ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്ന കത്ത് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്കൊരു കത്ത് തന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നു. ആ കത്ത് പൊളിച്ചു നോക്കുമ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കരയുന്നു. എന്തിനാണ് അവിടുന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോ 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ഈ കത്തിലുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ വന്യരായ ഗുരു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നോട് പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ ഒരു പരീക്ഷണം നടക്കാൻ പോകുന്നു. ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം, പതറിപ്പോകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഉസ്താദ് മുഖേന എനിക്ക് എത്തിച്ചു തന്നതാണ് ഈ കത്ത്. അതുകൊണ്ട് ആ പരീക്ഷണത്തിന്റെ ഗൗരവം ഓർത്ത് ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ കുപ്പായം ഉസ്താദിന്റെ സമീപത്തേക്ക് കൊടുത്തയക്കുന്നു. ആ കുപ്പായം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെത്തിയപ്പോൾ മഹാനവറുകൾ പറയുന്നു, അതൊന്ന് കഴുകൂ. ശിഷ്യനാണ്, മഹാപണ്ഡിതനാണ്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന, സുന്നത്ത് ജമാഅത്ത് തുറന്നു പറയുന്നതിന്റെ പേരിൽ അക്രമിയായ ഭരണാധികാരിയുടെ അടിയും കുത്തും കണ്ട് രക്തം പൊട്ടി ഒലിക്കുന്ന സംഭവം വരെ, ജയിലിൽ കിടക്കുന്ന രംഗങ്ങൾ വരെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. ആ അനുഭവിക്കുന്ന മഹാൻ ഉപയോഗിച്ച വസ്ത്രം, ആ വസ്ത്രം നിങ്ങൾ കഴുകിയിട്ടതിന്റെ വെള്ളം കൊണ്ടുവരൂ എന്ന് നിലയ്ക്ക് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച കുപ്പായം കഴുകിയ വെള്ളം ബറക്കത്തിന് വേണ്ടി എടുത്തുപയോഗിക്കുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരുടെയും ചരിത്രം അതാണ്. പുസ്തകങ്ങൾ, കലണ്ടറുകൾ അതൊക്കെ കിട്ടിയവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിക്കാം. ഇനിയിപ്പം കൊണ്ടുവരും സിറാജുൽ ഹുദയുടെ കലണ്ടർ. അതുപോലെ അപ്പൊ എല്ലാവരും ഓരോന്ന് വാങ്ങാം, വീട്ടിൽ കൊണ്ടുപോയിട്ട് നിവർത്തി നോക്കുക. അതുപോലെ സിറാജുൽ ഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ തന്നെ പുസ്തകമുണ്ട്, അത് വാങ്ങിയാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് തുറന്നു നോക്കാം. ഇനിയിപ്പോ നാദാപത്തെ CD കൊണ്ടുവരും, അത് വാങ്ങിയാലും അങ്ങനോട് വെച്ചിട്ട് അങ്ങ് കൊണ്ടുപോയിട്ട് കേൾക്കുക. ഇപ്പം വാല്യൂ കേൾക്കുക. സഹോദരന്മാരെ, മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കുപ്പായം കഴുകിയ വെള്ളം എടുത്ത് ഉപയോഗിക്കുകയാണ്, ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ പുത്തൻവാദികൾക്ക് ഒരു വാദമുണ്ട്. എന്താ വാദം? പഴയ വാദം മാറ്റി. പഴയ കാലത്ത് അവർ വാദിച്ചിരുന്നത് ബറക്കത്തേ ഇല്ലെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, ആ മുടിയിട്ട വെള്ളം ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അന്ധവിശ്വാസമാണ്. അങ്ങനെ മുടിയിട്ട വെള്ളം സഹാബത്ത് ഉപയോഗിച്ചതായി ബുഖാരിയിലുള്ള ഹദീസ് തള്ളേണ്ടതാണ്. ഹദീസാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ അക്ഷരത്തിന്റെയും പിന്നാലെ നടക്കാൻ പാടില്ല എന്നായിരുന്നു അൽ മുർഷിദ് എന്ന് പറയുന്ന മുജാഹിദിന്റെ പത്രത്തിൽ അവർ എഴുതിയത്. ഞാൻ ഈ അടുത്ത് റമദാനിന് മുമ്പ് നാദാപുരത്ത് പ്രസംഗിച്ച 5 CD ഉണ്ട്. അതിൽ അൽ മുർഷിദിന്റെ വാചകം നിങ്ങൾക്ക് കാണാം.
അങ്ങനെ ബർക്കത്തിന്റെ വിഷയമില്ലെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നാദാപുരത്തുനിന്ന് മൗലവി അവസാനം ഓരോന്നോരോന്ന് സമ്മതിച്ച കൂട്ടത്തിൽ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിക്ക് ബർക്കത്തുണ്ട്. നബിയുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത്തരം ഒരു മുടി കിട്ടാനും അവിടുന്ന് ഉപയോഗിച്ച വെള്ളം കിട്ടാനും ഞാനും തിരക്ക് കൂട്ടുമായിരുന്നു എന്ന് സലഫി പ്രസംഗിച്ച് നിങ്ങൾക്കതിൽ കേൾക്കാം. അപ്പോൾ ഇപ്പോൾ മൗലവിമാർ അടവ് മാറ്റുകയാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിക്ക് ബർക്കത്തുണ്ട്, നബി തങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്നൊക്കെ ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ കുറെ കാലം അധ്വാനിച്ചതിൽ ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പറയുന്നു അതാ നബിക്ക് മാത്രമേ ബർക്കത്തുള്ളൂ, വേറെ ആർക്കും ബർക്കത്തില്ല എന്നാണ് ഇപ്പൊ പുതിയ വാദം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം കഴുകിയ വെള്ളം ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ ബർക്കത്തിന് വേണ്ടി ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് സിയാറത്ത് ചെയ്യുന്നു. അങ്ങനെ ബർക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് പണ്ഡിതന്മാർക്ക് ബർക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് ബർക്കത്തുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് ബർക്കത്തുണ്ട്. അതേ, ഹദീസിന്റെ വചനങ്ങൾക്ക് ബർക്കത്തുണ്ട്. അല്ലാഹുവിന്റെ അസ്മാഉകൾക്ക് ബർക്കത്തുണ്ട്. അങ്ങനെ തുടങ്ങി ബർക്കത്തുള്ളത് പലതുമുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ബർക്കത്തുള്ള വ്യക്തികളുണ്ട്. വജഅലനി മുബാറകൻ എന്ന് അമ്പിയാക്കളിൽ തന്നെ പലരും പറഞ്ഞിട്ടില്ലേ? ബർക്കത്ത്, ആ ബർക്കത്ത് എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ദറൂദുർവത്തക്കും, നിങ്ങളെ ഭക്ഷണത്തിന്റെ ഉപരിഭാഗം നിങ്ങൾ അവിടെ ഒഴിച്ചു വെക്കുക. ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ 4 ഭാഗത്ത് നിന്ന് നിങ്ങൾ കഴിക്കുക. മധ്യത്തിലുള്ള ഭാഗം നിങ്ങൾ അതിന്റെ നെറുക അവിടെ തന്നെ ബാക്കി വെക്കുക. കാരണം ഫൈനൽ ബർക്കത്ത് തൻസിലു ഫീഹാ, ആ നെറുകയിലാണ് ബർക്കത്ത് ഇറങ്ങുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട്. അങ്ങനെ പലതിലും ബർക്കത്തുണ്ട്. സംസം വെള്ളം അതിൽ ബർക്കത്തുണ്ട്. മഹാത്മാര് തൊട്ട വസ്തുക്കൾക്ക് ബർക്കത്തുണ്ട്. അങ്ങനെ ബർക്കത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ബർക്കത്തുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടത്തോട് തൊട്ടുകിടക്കുന്ന സ്ഥലത്തിനും തന്നെ. അതുകൊണ്ടല്ലേ പടച്ചറപ്പിന്റെ ഭൂമിയിൽ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം, അവിടുത്തെ ശരീരം മറവു ചെയ്യപ്പെട്ട ശരീരം തൊട്ടുകിടക്കുന്ന മണ്ണാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാനതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞത് ബർക്കത്തിന് വേണ്ടി നമ്മൾ പലതും വാങ്ങലും പിടിക്കലൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, സിറാജുൽ ഹുദന്റെ കലണ്ടർ വാങ്ങണം. മർക്കസിന്റെ, സൈദിയുടെ, CM സെന്ററിന്റെ, മഅദിനിന്റെ, മജ്മഇന്റെ എല്ലാ കലണ്ടറും വാങ്ങണം. വെറും തീയതി നോക്കാൻ മാത്രമൊന്നുമില്ല. അത് നമ്മളെ സ്ഥാപനത്തിന്റെ ഒരു ബർക്കത്ത്. എല്ലാ സ്ഥലത്തും കഴിയുന്ന ആളുകളൊക്കെ അവരെ ചുമരുമ്പൽ കണ്ടാൽ ഇയാൾ ഒരു ഉറച്ച സുന്നിയാണ് ചുമര് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം. അടയാളങ്ങളില്ലേ, പല അടയാളങ്ങളും ഇല്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഒരു കൂട്ടർ ചേലാകർമ്മം വിരോധിക്കണമെന്ന് പറഞ്ഞത്? കാരണം മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. അപ്പൊ അവർക്ക് ഈ അടയാളം വേണ്ടാന്ന് തീരുമാനിച്ചു. നമുക്ക് വലിയ സന്തോഷമായി. കാരണം നമ്മളെ മൈതാനിൽ മറവിയുണ്ടല്ലോ, അടയാളങ്ങളാണ് ശിആറുകൾ. അപ്പോ ഈ കലണ്ടർ എന്ന് പറയുന്ന ഒരു പ്രചരണത്തിനാണ്. പൈസ ഇപ്പോ കലണ്ടർ കൊണ്ടൊന്നും കിട്ടൂല, നമുക്ക് എല്ലാവർക്കും അറിയില്ല. ഒരു പ്രചരണം. എല്ലാ സ്ഥാപനത്തിന്റെയും കലണ്ടർ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഏൽപ്പിച്ചില്ല. നമ്മളെ സ്ഥാപനത്തിന് മാത്രമല്ല, സുന്നികളെ സ്ഥാപനത്തിന്റെ എല്ലാവരും കലണ്ടർ വാങ്ങുക. തൂക്കല് നമ്മൾ മാത്രം തൂക്കുക. അങ്ങനെ എന്റെ മസാല വാങ്ങലെല്ലാവരും വാങ്ങുക, തൂക്കല് നമ്മൾ മാത്രം തൂക്കുക. കാരണം ആകെ ഒരു 10 റുപ്യയിൽ ഒരു കലണ്ടറിന് കൊടുക്കണം. ആരെയും മറക്കണ്ടെന്ന് നോക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനത്തിന്റെയും കലണ്ടർ വാങ്ങുക. തൂക്കല് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളെയും കാന്തപുരം സാഹിബൊക്കെ നേതൃത്വത്തിൽ നീങ്ങുന്നതിന്റെ മാത്രം തൂക്കുക. മറ്റുള്ളത് എവിടെയും കൊണ്ടുപോയി വെക്കുക. അങ്ങനെയാണ് ഞാൻ എന്റെ വീട്ടിൽ കൊടുത്ത നിർദ്ദേശം. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾ നേരത്തെ അത് അള്ളാഹു നിയമത്താണ്, ഒരു ബർക്കത്താണ്. അള്ളാഹു നിലനിർത്തി തട്ടെ. 2 ലക്ഷം രൂപകൾ നേർച്ചിട്ടലുണ്ടായി. ഇപ്പൊ മുജാഹിദീങ്ങൾ അവരെ മാസികയിലും പ്രസംഗത്തിലൊക്കെ പറഞ്ഞു,
കുറ്റ്യാടിയിലുണ്ട് ഒരു ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം. ഈ കഴിഞ്ഞ മാസികയിലൊക്കെ എഴുതിയാണ്. കഴിഞ്ഞ മാസികയിൽ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ഫീച്ചറുണ്ട്. അപ്പോ അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ മുജാഹിദീങ്ങൾ അതൊക്കെ വായിച്ചപ്പോൾ അവർക്കും തോന്നി എന്തോ ഒരു അത്ഭുതം അവിടെ ഉണ്ട്. ഇപ്പൊ 2.5 ലക്ഷം കിട്ടുന്നുണ്ട്, അവർ നേർച്ചയാക്കുന്നുണ്ട്, വേറൊരു മോശമൊന്നും പറ്റിയിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഖജനാവിശാൽ ഇവിടെ വന്നിരുന്ന ഒരുപാട് ആൾ നേരത്തെ പൈസ കൊടുക്കുന്നു. അള്ളാഹു ആണ് കൊടുക്കുന്നവൻ. പലരും പല കാര്യങ്ങളും ശരിയായി എന്ന് പറഞ്ഞവരുണ്ട്, ശരിയാകണം എന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹുവെ അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നീ അവർക്ക് നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞത് ബർക്കത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ബർക്കത്തിന് പലതും സൂക്ഷിക്കലുണ്ട്. മുജാഹിദീങ്ങള് ബർക്കത്തിന് സൂക്ഷിക്കുന്ന ഒരു സാധനം അതാ കാണിക്കാൻ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഉറക്കു വെക്കാതിരിക്കാനും തമാശ തന്നെ. എന്താണ് മുജാഹിദീങ്ങള് മൗലവിമാരെ കൊണ്ട് കളവ് പറയൽ മത്സരം നടത്തിച്ചു. കുറേ മൗലവിമാര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് കളവ് പറയൽ മത്സരം നടത്തി. എന്നിട്ട് അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന കുറ്റൂർ ജുമാഅത്ത് പള്ളിയിലെ തെക്കൻ കുറ്റൂർ പാലക്കാട് ജില്ലയിലാണ്, അവിടുത്തെ പള്ളിയിലെ സലഫി പള്ളിയിലെ ഇമാം അബ്ദുറഹ്മാൻ മൗലവിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി കളവ് പറയൽ മത്സരം. എന്നിട്ട് അതിന് 6 റക്സോൺ അസോട്ട് സമ്മാനം കൊടുത്തു. എന്തിന്? നുണ പറയൽ മത്സരത്തിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ കൂട്ടത്തിൽ ഒരു ഡീലക്സ് അമല സോപ്പിന്റെ പെട്ടി ഉണ്ടായി. അതയാള് ഒരു കേടും വരാതെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച്. എന്തിന്? ബർക്കത്തിന്. കളവ് പറയൽ മത്സരം നടത്തിയിട്ട് കിട്ടിയ സമ്മാനമായതുകൊണ്ട് അത് കാണുമ്പൊക്കെ ഇങ്ങനെ ആ സൽക്കർമ്മ ഓർമ്മ വരാൻ വേണ്ടി മൂപ്പര് പെട്ടിയിൽ സൂക്ഷിച്ചിട്ട് ആ സോപ്പും പെട്ടിയും മൗലവിനെയാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അയാളെ ഈ അനുഭവം പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്തിന് ഞാനിത് പറയുന്നത്? സത്യം പറയൂല എന്ന് തീരുമാനിച്ച ഒരു വിഭാഗം, കളവ് മാത്രമേ പറയൂ എന്ന് തീരുമാനിച്ചൊരു വിഭാഗം. അപ്പൊ ഇടക്കെങ്ങാനും സത്യം പറഞ്ഞു പോകുന്നത് ഇല്ലാതായി പോകാൻ വേണ്ടിയാണ് കളവ് പറയൽ മത്സരം നടത്തിയിട്ട് കളവ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ആ ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്, കാണിക്കുന്നത്. മൗലവിനെയും കാണാം, സോപ്പും പെട്ടിയും കാണാം. ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഈ അടുത്ത് നാദാപുരത്ത് വന്ന് ഗണന പ്രസംഗം നടത്തിയ മൗലവി, അയാളിപ്പോ കുറച്ച് ഒരു പ്രസംഗം 4 ദിവസം ഞാൻ തുടർച്ചയായി ഗണന നടത്തിയപ്പോ ആ മൗലവി പിന്നെ 4-5 മാസത്തേക്ക് ബൈക്ക് വന്നില്ല. റമദാന്റെ തൊട്ട് തലേന്ന് ഒരു 3-4 ദിവസം മുമ്പ് വന്ന് പ്രസംഗിച്ചാൽ മറുപടി അറിയാൻ സാധിക്കൂല എന്ന് വിചാരിച്ചിട്ട് മൂപ്പരെന്ത് ചെയ്തു? മൂപ്പർ റമദാന്റെ മുമ്പ് ഒരു പ്രസംഗം നടത്തി. ഞാൻ അതിന്റെ നേരെ പിറ്റേന്തിന് അതിന് മറുപടി പറഞ്ഞു. പിന്നെ മൗലവി ഇപ്പൊ നാദാപുരത്ത് വരുന്നില്ല. ഞാനിങ്ങനെ ഇയാളെ തെരഞ്ഞിങ്ങനെ കളി നോക്കുമ്പോ ആരോ പറഞ്ഞു പെരുന്നാളിന്റെ അന്ന് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പോയി പൊങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്റെ എല്ലാ കെട്ടും പൊട്ടി എടുത്തിട്ട് കരുനാഗപ്പള്ളി പോയി. അങ്ങനെ അവിടെ പോയിട്ട് ഒരു പ്രസംഗം നടത്തി ഈ മൗലവിക്കെതിരായിട്ട്, മറുപടി പ്രസംഗം തന്നെ. അതിന്റെ CD അടുത്ത് ഇറങ്ങി അതും നിങ്ങൾ കേൾക്കണം. നല്ല രസമുള്ള CD-യാണ്. അതിൽ ഞാൻ വിശദമായി പറയുന്നത് നാരിയത്ത് സലാത്ത് നാറിയ സലാത്താണ് എന്ന് പറഞ്ഞു. നാരിയത്ത് സലാത്ത് നാറിയ സലാത്താണ് എന്ന് മൗലവിമാർ പറഞ്ഞു. അതിന് വിശദമായ മറുപടി ഞാൻ നാദാപുരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, 5 CD-യിൽ കാണാം. അതുപോലെ കരുനാഗപ്പള്ളിയിലെ പ്രസംഗത്തിൽ സയ്യിദിന എന്ന് സലാത്തിൽ പറയാൻ പാടില്ലെന്ന് മൗലവിമാർ വാദിച്ചു. ഇബ്നു തൈമിയ മുതൽക്ക് KM മൗലവി വരെ സയ്യിദിന എന്ന് കൂട്ടിയിട്ട് ചൊല്ലിയ സലാത്തിന്റെ ഓരോ വാചകങ്ങൾ കിതാബിലെയും പുസ്തകങ്ങളിലെയും ഉദ്ധരണികൾ ഞാൻ സ്ക്രീനിൽ കാണിച്ച് ആ CD-യിൽ കയറ്റിയിട്ടുണ്ട്. കേട്ടു നോക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ CD ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോന്നേ ഉള്ളൂ. നാദാപുരത്തെ 2 CD-യും ഇറങ്ങി കഴിഞ്ഞതാണ്. അതുപോലെ ഈ അടുത്ത് ചാലിയത്ത് വെച്ച് സഹായം അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിൽ നിന്ന് മാത്രം എന്ന പേരിൽ നടത്തിയ പ്രസംഗമുണ്ട്. അതൊന്ന് കേട്ടോളൂ. ഫാത്തിഹ സൂറത്തിന്റെ വിശദീകരണമാണ് ചുരുക്കിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പഴയ കാലം പോലെയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ശക്തിയായി പുറത്തിറങ്ങി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ വസ്തുതകളെ സംബന്ധിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വളരെ നന്നായി മനസ്സിലാക്കി. സുന്നിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇവിടെയല്ല തെക്കൻ ജില്ലയിൽ, എന്റെ പ്രസംഗത്തിനൊക്കെ ഒത്താശ ചെയ്തവനായിരുന്നു എന്ന് അവൻ എഴുതിയത് ഞാൻ വായിച്ചു. അങ്ങനെ ഇസ്തിഗാസയെ സംബന്ധിച്ച് ഞാൻ പ്രസംഗിച്ച പ്രസംഗമൊക്കെ കേട്ട് നല്ല ആവേശം കൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ മുജാഹിദിന്റെ ഒരു മൗലവി വന്നിട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഫുതൂഹുൽ ഗൈബ് എന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു കിതാബ് എടുത്ത് ഉദ്ധരിച്ചപ്പോ ഈ സുന്നിയായ ചെറുപ്പക്കാരന് സംശയം. ആ സംശയം തീർക്കാൻ എന്നോട് ചോദിക്കാതെ ഏതോ വിവരം കെട്ടവരോടൊക്കെ പോയിട്ട് അയാൾ ചോദിച്ചു തോന്നുന്നു. ആരോടെ ചോദിച്ചില്ലേ അള്ളാഹു ആയാലും നമുക്കറിയില്ല. അവൻ മുജാഹിദായി. എന്നാൽ ആ സംശയം എന്നോട് തന്നെ ചോദിക്കാമായിരുന്നു. ഞാൻ ആ ഫുതൂഹുൽ ഗൈബിൽ എന്താ പറഞ്ഞതെന്നും വിശദീകരിച്ചിട്ട് കൊല്ലം കരുനാഗപ്പള്ളിയിൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ഫുതൂഹുൽ ഗൈബിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ യാചന നടത്തുന്നതിനെതിരെ ശക്തിയായി സംസാരിച്ചിട്ടുണ്ട്. യാചിക്കുക എന്നത് ഒരു അഭിമാനമുള്ളവന് അനുയോജ്യമായ ജോലിയല്ല. അതിനെതിരെ ശക്തിയായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ സൂഫിയാക്കളുടെ കലാമ് എന്ന നിലക്ക് മറ്റു ചിലപ്പോൾ ദുനിയാവിന്റെ കാര്യം അള്ളാഹിനോട് ദ്വാരക്കുന്നതിനെതിരായും മുഹീദ്ദീൻ ശൈഖുല്ലാഹി ഫതുഹുൽ ഗൈബിൽ പറഞ്ഞു. ദുനിയാവിന്റെ കാര്യം അള്ളാഹിനോട് ദ്വാരന്നുടാ എന്നതൊരു വാദമല്ല, ഒരു ആശയമല്ല. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ സമീപത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാസയും തവസ്സുലും ചെയ്യാൻ അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ കിതാബുൽ ഉന്നത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് അതേ ഇടമട്ടത്തും അതുപോലെ മഞ്ചേശ്വരത്തും നടന്ന സംവാദത്തിൽ പ്രത്യേകം എടുത്തുദ്ധരിച്ചിരുന്നു. ഞാനിത് പറഞ്ഞു വരുന്നത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഏതോ തെറ്റിദ്ധരിപ്പിക്കുന്ന മൗലവിമാർ തലയും വാലും മുറിച്ച് കാണിക്കുന്ന ഉദ്ധരണികളും തലയും വാലും മുറിച്ച് പ്രകടിപ്പിക്കുന്ന പ്രസംഗങ്ങളും ഒക്കെ കേട്ട് എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ പഴിച്ചു പോകരുത്. അതിനുവേണ്ടി മാത്രം ഒരു ഓർമ്മിപ്പിക്കൽ എന്ന നിലക്ക് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. രണ്ട് ഉദാഹരണം നിങ്ങളെ ഉറക്ക് തെളിയാനും നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്താനും ഞാൻ നിങ്ങൾക്ക് നേരിൽ കാണിക്കുന്നു. ഒന്ന്, മൗലവിമാര് കള്ളം പറയുന്ന മത്സരം നടത്തിയിട്ട് സോപ്പ് സമ്മാനം കിട്ടിയിട്ട് ആ സോപ്പിന്റെ പെട്ടി ബറക്കത്തിന് സൂക്ഷിച്ചത്. മറ്റൊന്ന്, ഈ വിനീതനായ ഞാൻ ആറ്റിങ്ങലിൽ വെച്ചൊരു മുഖാമുഖത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് സ്ത്രീധനത്തെ സംബന്ധിച്ചൊരു ചോദ്യം വന്നു. സ്ത്രീധനത്തിനെതിരായി എപ്പോഴും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വെച്ചും തന്നെ ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട് പലപ്പോഴും. പെണ്ണിന് വേണ്ടി, സാലിഹായ പെൺകുട്ടിക്ക് വേണ്ടിയാകണം വിവാഹം. അതുപോലെ സന്താനോൽപാദനത്തിന് വേണ്ടിയാകണം വിവാഹം. പൊന്നിന് വേണ്ടിയാകരുത് വിവാഹം, പണത്തിന് വേണ്ടിയാകരുത് വിവാഹം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എന്റെ ഉമ്മമാരെ പൊന്നിന് നല്ല വില കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മകന്റെ ഭാര്യക്ക് കിട്ടിയ പൊന്ന് നേരത്തെ പറഞ്ഞ 20 പവൻ തന്നെ ഉണ്ടോ എന്ന് തൂക്കമൊന്ന് പരിശോധിക്കാൻ ഇറങ്ങിയിട്ട് 2 പവന് കുറവാണെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ കൊടുത്തിട്ടില്ല, പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല, പറഞ്ഞ പോലെ കൊടുത്തിട്ടില്ല, പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല എന്ന് ദിക്റ് ചൊല്ലുന്ന ചില ഉമ്മമാരുണ്ട്. ഈ ഉമ്മമാരെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ ഉണർത്താറുണ്ട്. അങ്ങനെ സ്ത്രീധനത്തിനെതിരെ ശക്തിയായി സംസാരിക്കുന്ന വിനീതനായ ഞാൻ, പക്ഷേ ദീനിന്റെ മസ്അലകൾ, നിയമങ്ങൾ നമ്മുടെ വകയിൽ പറയാൻ പാടില്ല. അതിനാൽ സ്ത്രീധനം ഹറാമാണെന്ന് മൊത്തത്തിൽ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഒരു വധുവിന്റെ വീട്ടിൽ വരനും സുഹൃത്തുക്കളും പോയി കഴിക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, ആ ബിരിയാണി സ്ത്രീധനമാണ്, അത് ഹറാമാണെന്ന് പറയേണ്ടി വരും. ഞാനത് ആറ്റിങ്ങൽ വെച്ച് പറഞ്ഞു. 250 സുഹൃത്തുക്കൾക്ക്, വരന്റെ കൂടെ വരുന്ന സുഹൃത്തുക്കൾക്ക് ബിരിയാണി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 12,500 രൂപയുടെ ബിരിയാണി ഉണ്ടാകും. ആ ബിരിയാണി മുഴുവനും ഹറാമാണെന്ന് പറയാൻ തെളിവില്ല. അതുപോലെ ഒരു സ്ത്രീ പൊരുത്തപ്പെട്ടുകൊണ്ട് വരനോ അല്ലെങ്കിൽ ഭർത്താവിനോ പൊരുത്തപ്പെട്ട് വല്ലതും കൊടുത്താൽ അത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. ഖുർആനിലില്ല, ഹദീസിലില്ല, ഇമാമികളുടെ കിതാബിലില്ല. അതേസമയം മൊത്തത്തിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് സ്ത്രീധനം എന്ന് പറയുന്ന കാര്യം. എന്ന് മാത്രമല്ല, നമ്മുടെ മുൻഗാമികളായ അറബികൾ വളരെ ദരിദ്രരായിരുന്നു. അവർ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ കേരളീയർ വലിയ പണക്കാരാണ്. ആ ധനാഢ്യരായ പണക്കാരായ കേരളീയർ അന്നിവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ദരിദ്രരായ അറബികൾക്ക് അവരുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ മഹർ കൊടുക്കാനും തുണിയെടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആവശ്യമായ പണം ഈ പ്രദേശത്തുള്ള ധനികന്മാർ പാവപ്പെട്ടവരായി വിദേശത്ത് നിന്ന് വന്ന അറബികൾക്ക് അവര് സ്വമേധയാ ഇഷ്ടപ്രകാരം കൊടുത്തിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു ചരിത്രമാണ്. അന്നതവർക്ക് ആവശ്യമുണ്ടായിട്ട് അവർ സ്വീകരിച്ചതാണ്. ഇവരാണെങ്കിലോ അവരെ സഹായിച്ചതാണ്. അങ്ങനെ നടന്നു വന്ന സ്ത്രീധനം അത് ഹറാമാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ച നമ്മുടെ മുൻഗാമികളും മുപ്പാപ്പമാരും ഹറാമിലൂടെ വിവാഹം കഴിച്ചിട്ട് അതിൽ ജനിച്ച മക്കളാണ് നമ്മളെന്ന് പറയലായിരിക്കും. അത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പോലെ എന്റെ അച്ചാച്ചൻ കൊരങ്ങനാണെന്ന് പറയുന്നത് പോലെയാണ്. ഇതൊക്കെ ഞാൻ ആറ്റിങ്ങൽ വെച്ച് വിശദീകരിച്ചിരുന്നു.
അപ്പൊ ഒരു മൗലവി ചോദിച്ചു, അല്ല ഹലാലാണെന്നതിന് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ? ഞാൻ പറഞ്ഞു, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, ഫൈൻ തിബ്ന ലക്കും, സ്ത്രീകൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ വല്ലതും തന്നാൽ. അത് ആവർത്തിച്ച് പറഞ്ഞിട്ട് അതിന്റെ ശേഷം അൻ ചെയ്യുന്നാണോ മിൻ ചെയ്യുന്നാണോ എന്നൊരു സംശയം ഉണ്ടായതിനാൽ തൊട്ടടുത്തുള്ള സമസ്ത കേരള ജമിയത്തുൽ മുശാവറംഗം പ്രായം ചെന്ന ഒരു പണ്ഡിതനുണ്ട്, ഹൈദരൂസ് മുസ്ലിയാർ, അദ്ദേഹത്തോട് ഞാൻ സംശയം ചോദിച്ചു. മൗലവി അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ മാറ്റി മറിച്ച് മുറിച്ച് മാറ്റി, എന്നിട്ട് നാദാവൃത്തന്റെ ഭയങ്കര വെല്ലുവിളി, ഫൈൻ തിബ്ന ലക്കും ഖുർആനിൽ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. പേരോടുള്ള ചെരുപ്പ് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. ആ വെല്ലുവിളിയാണ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത്. ശേഷം ഇൻഷാ അല്ലാഹ് കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് കിട്ടിയ സോപ്പ്, വർക്കത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന സോപ്പ് മൗലവിനെ അതും കാണിച്ചു തരാം. ഞാൻ പറയുന്നത്, മുസ്ലിം ചെറുപ്പക്കാർ വളരെ ജാഗരൂകരാണ്. എല്ലാ സ്ഥലങ്ങളിലും വ്യാജ സീഡികളും അതുപോലെ വ്യാജ കേസറ്റുകളും കട്ടുമുറിച്ചു. ഇത്രത്തോളം പറഞ്ഞാൽ 9ഓളം ഖണ്ഡന പ്രസംഗങ്ങൾ ഞാൻ വാഴക്കാട്ട് വെച്ച് നടത്തി. ആ പ്രസംഗത്തിൽ സ്ത്രീകൾ ജുമഅക്ക് പോകുന്നതിനെതിരെ ശക്തിയായി ഞാൻ പ്രസംഗിച്ചു. എന്റെ പ്രസംഗം കേട്ട 10,000-കണക്കിന് ആളുകൾക്ക് ഒരു സംശയമില്ല. പക്ഷെ മൗലവിമാരെന്ത് ചെയ്തു? പേരോട് പെണ്ണുങ്ങൾക്ക് ജുമഅക്ക് പോകാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് കേസിട്ട് ഇറക്കി. എന്റെ പ്രസംഗത്തിന്റെ അപ്പുറം ഇപ്പുറം കട്ടുകൾ. എന്തോ വ്യാജ പരിപാടികളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ വളരെ നന്നായി കരുതിയിരിക്കണം ഈ വിഷയം. അതിന് മാത്രം ഞാൻ ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മാന്യ മുസ്ലിം സഹോദരന്മാരെ, ഇപ്പോ ആദ്യം കേൾപ്പിക്കുന്നത് മൗലവിയുടെ വെല്ലുവിളിയും അതിന് ഞാൻ നാദാപുരത്ത് വെച്ച് പറഞ്ഞ മറുപടി. 8 CD-യിൽ നിന്ന് ഒരു ഭാഗം, ഒരു CD-യുടെ മാത്രം, ഈ വെല്ലുവിളിയുടെ ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം വസ്തുതകൾ വളച്ചൊടിച്ച് പച്ചക്കള്ളം പറഞ്ഞ് പഠിച്ച മൗലവിമാർ എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ ഇതിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പച്ചക്കള്ളം അല്ലാതെ പേരിൽ പറയേ ആയത്ത് കണ്ടോളി. എടുക്കണോ ചെരുപ്പ്? എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കല്ലേ? നിർത്തിക്കോ. ഇന്ന് മുതൽക്ക് നിർത്തിക്കോ. ഒന്നും കൂടി വെക്കും. എല്ലാവരും മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ വെല്ലുവിളിക്കുന്ന പേരോട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്ന ലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പച്ചക്കള്ളം അല്ലാതെ പേരിൽ പറയേ. നോക്കൂ, ഫൈൻ തിബ്ന ലക്കും, ഫൈൻ തിബ്ന ലക്കും, ഫൈൻ തിബ്ന ലക്കും. സർവ്വമൗലിമാരും നടക്കും ചെരുപ്പുകൾ. നാദാവൃത്തം വെല്ലുവിളിച്ചതാണല്ലേ. ഇനി ബാക്കി വെക്കുമോനെ ഞാൻ ഓരോന്നോട് കാണിച്ചതല്ല, മിന്നിയായതുമല്ല. നിങ്ങൾ മനഃപൂർവ്വം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോറിയോ? ഇയാൾ ആയത്തോറിയത് എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണേ കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞ ആയത്തോതരുത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതരുത്. ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോട് ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. തഫ്സീറുൽ കബീർ ഇമാം റാസിയുടെ തഫ്സീർ 9:148. ചെരുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ. ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബോടി പഠിക്കണം കേട്ടോ. കേട്ടോളൂ. ഈ ഇൽം ഇമാം റാസി തഫ്സീറിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീർ ഈ ഇൽം അറിഞ്ഞോളണം മൗലവിമാർ. അതിന്റെ അർത്ഥം വെച്ചത് ഇൽം അറിഞ്ഞോളണം. അന്നഹു തആല, നിശ്ചയം അല്ലാഹു തആല
സദഖാതിഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ ഇവിടെ രണ്ട് തഫ്സീർ നാം ദാസി പറയുന്നത്. ഒന്ന്, ഭർത്താക്കന്മാർ കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ, ഒരു തഫ്സീർ. മറ്റൊന്ന്, ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കൾക്ക് പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന് ശേഷം പിന്നീട് പറയാം അഖബഹു, ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഹിഹാ വഹിബതിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബതിഹാ ലഹു, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റില്ലേ? ഇത് ഒരു ഉദാഹരണമാണ്. ഇതിനേക്കാൾ രസമുള്ള പല സ്ഥലങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഈ സീഡുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്, കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം വാങ്ങിയ മൗലവി സോപ്പും പൊട്ടിക്കൊണ്ട് ഇരുന്നിട്ട് അയാളെ അനുഭവം പറയുന്നതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ഇത് പറയാൻ കാരണം, പഴയ കാലം പോലെയല്ല, ദീൻ നശിപ്പിക്കാൻ വേണ്ടി വലിയ കുതന്ത്രങ്ങളാണ് മൗലവിമാരെ മുഴുവനും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നല്ല ജാഗരൂകരായിരിക്കണം. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയങ്ങൾ അത് കാറ്റടിക്കുമ്പോൾ ഇളകിപ്പോകുന്നതല്ല. ഈമാൻ എന്ന് പറയുന്നത് ഉറപ്പാണ്. ആ ഉറപ്പിന് ഒരിക്കലും തകരാറ് സംഭവിക്കാൻ പാടില്ല. മനുഷ്യന്റെ മനസ്സിൽ പടുത്തുയർത്തിയിട്ടുള്ള വിശ്വാസം അതെന്നും കൃത്യമായി തന്നെ ഒരൽപ്പവും ചാഞ്ചല്യമില്ലാതെ നിലനിർത്താൻ കഴിയണം. ഈമാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തസ്ദീഖ്, ഉറപ്പിക്കൽ എന്നാണ്. ഉറപ്പിന് മാറ്റം വന്നാൽ ഈമാൻ തകർന്നു. സഹോദരന്മാരെ, നിങ്ങൾ കാണുന്നില്ലേ, ഭൂമി എന്ന് പറയുന്ന ഈ ഭൂമിഗോളം, ഇതിൽ ഒരു ബിൽഡിംഗ് പണിതാൽ ആ ബിൽഡിംഗ്, ആ ഭൂമിക്ക് ഒരു ചെറിയ ചലനം, ഒരു സെക്കൻഡ് ചലനമുണ്ടായാൽ ഭൂമിയിൽ പടുത്തുയർത്തിയ ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ മനുഷ്യന്റെ മനസ്സിൽ ഉയർത്തപ്പെട്ട വിശ്വാസങ്ങൾ, സംശയങ്ങൾ ഉണ്ടായാൽ ഉറപ്പ് നീങ്ങിപ്പോകുന്നു. ഉറപ്പ് നീങ്ങുമ്പോൾ ഈമാൻ അവസാനിക്കുന്നു, ഇരുട്ട് കടന്നു വരുന്നു, അവസാനം ആഖിബത്ത് ചീത്തയാകുന്നു. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരെ, അവിടെ നിങ്ങൾ ഓർക്കണം, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് മുഖേന, മുൻഗാമികൾ മുഖേന നമുക്ക് കിട്ടിയ വിശ്വാസങ്ങളും കർമ്മങ്ങളും അതിൽ ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ അന്ത്യനാൾ വരെ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അത് ഉറച്ച വിശ്വാസമായി തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കാനും ദൃഢമൂലമായ വിശ്വാസമായി മനസ്സിൽ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം. ഏതെങ്കിലും വ്യാജ സീഡുകളും കാസറ്റുകളും കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ പതറിക്കൂടാ, ഉറപ്പ് നീങ്ങിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ധാരാളം കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത്. എത്ര അർത്ഥവത്താണ് ആ വാചകം. മൗലവി കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് സോപ്പും കൊണ്ട് അഭിമുഖീകരിക്കുകയാണ്. നോക്കോളൂ. കടത്തനാട്ടയിലൊക്കെ അടുത്ത് മുറിയക്കണ്ണി എന്ന് പറയുന്നത് തെക്കൻകുട്ടിയുടെ സ്ഥലത്ത് താങ്കൾ കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അതിലെന്തൊക്കെയായിരുന്നു അവരുടെ പ്രോഗ്രാം, കലാപരിപാടി? ഇത് ഈ കളവ് പറയല് മത്സരം ഏതാണ്ട് ഞാൻ ഈ MSM സമ്മേളനം ഉണ്ടായത്, സംസ്ഥാന സമ്മേളനം ഉണ്ട് തൃശ്ശൂരിൽ. അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് മാസങ്ങൾ മുമ്പായിട്ടാണ് പിന്നെ ഈ കോഴിക്കോട് പോയിട്ട് മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വിമത ഗ്രൂപ്പിന്റെ നേതാവ് A. അബ്ദുറഹ്മാൻ ഹാജിന്റെ ആ നാട്ടിൽ വെച്ച് അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്
ആരാലും അറിയപ്പെടാത്ത ഒരു പിന്നെ ഒരു മലമ്പ്രദേശത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ ഇതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് കുറെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ആകർഷിച്ച് പിന്നെ ഈ വീസിന്റെ പ്രവർത്തനം അത് അത്രയും ഞങ്ങൾക്ക് മണ്ടയിൽ കയറി. അപ്പൊ എന്നാലും ബ്രെയിൻ വാഷ് സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ സംഘടിപ്പിച്ച് ഇതിന്റെ പിന്നെ അലി അസ്ഗർ അലി, അതുപോലെ തന്നെ കുട്ടി വീരാൻകുട്ടി സുലമി, അതേപോലെ അലി പത്തനാപുരം, ഇങ്ങനെയുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ അണ്ടറിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതൊരു കളവ് പറയൽ മത്സരം എന്നുള്ള നിലക്ക് മാത്രം സംഘടിപ്പിച്ചതല്ല, മറിച്ച് ഇതിന്റെ മുന്നോടിയായിട്ട് പല മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഒരു ഇനം കൂടി ഇത് കൂട്ടിച്ചേർത്തു. അതായത് ഇപ്പൊ പിന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടും മിമിക്രി, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതുപോലെ തന്നെ കളവ് പറയൽ മത്സരം. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗറിൽ കഴിവാണ് ഇത് അടുത്ത ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ട്, ഇവര് പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗർ ജാഹിദ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ ഇതിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സാധികളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞ. അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏട് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തരും ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പ് പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പ് നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അപ്പൊ അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിന്റെ പ്രസ്റ്റീജ് അന്ന് കിട്ടിയ സമ്മാനമാണത്. ഇതിപ്പോ ഇത്രയും കൊല്ലമായിട്ട് സൂക്ഷിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ വേറെയും കുറെ സൂക്ഷ്മത്തി ഉണ്ടായിരുന്നല്ലോ. ആ നിലയ്ക്ക് ഇപ്പൊ ഞാനിവിടെ ചക്കൻകുറ്റിയൊരു മസ്ജിദിലേക്ക് വന്നപ്പോ, ഈ പള്ളിയിലേക്ക് വന്നപ്പോ എന്റെ ഭാര്യ പല സാധനങ്ങളും ഓരോ ബാഗിലിട്ട് വന്നപ്പോ ഇതും കൂടി കൂടെ കരുതി. അപ്പൊ ഞാൻ ഈ സോപ്പുംപെട്ടി അതുപോലെ തന്നെ കടയിൽ കയറി എന്തെങ്കിലും വീട്ടിലുള്ള സാധനം മേടിക്കുമ്പോൾ സോപ്പ് കാണുമ്പോൾ എനിക്ക് ആ മത്സരം ഓർമ്മ വരും. ഇപ്പൊ റെക്സോണ സോപ്പ്, അതാണ് റെക്സോണ സോപ്പ് എനിക്കൊരു സമ്മാനം കിട്ടിയത്. അതേപോലെ തന്നെ ഈ സോപ്പുംപെട്ടി എങ്ങനെ അതെ അന്ന് വേറൊരു കാര്യം ഉണ്ടായിട്ട് വളരെ രഹസ്യമായിരുന്നു ഇതിന്റെ സ്വഭാവം. ആരാള് ചോദിച്ചാലും ഇതിന്റെ രഹസ്യ സ്വഭാവങ്ങൾ ആർക്കും കൈമാറാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഭാര്യ പോലും അറിഞ്ഞിരുന്നില്ല, എങ്ങനത്തെ പരിപാടിക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ ഇസ്ലാമിന്റെ ഓരോ പരിപാടിക്ക് ഇങ്ങനെ പോകാനല്ലാതെ പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകാനെന്നുള്ള നിലയിലാണ് അവർക്ക് കരുതിയത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭാര്യനെ പോലും അറിയിച്ചിരുന്നെന്ന് പറഞ്ഞു. കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാം ശക്തിയായി വിരോധിച്ച കളവ്. ആ കളവ് പറയൽ മത്സരം നടത്തിയിട്ട് പ്രാക്ടീസ് നേടുകയാണ് മൗലവിമാര്. ഇതിന് സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരത്തെയുള്ള താക്കീത് സയകൂനു ഫീ ആഖിറിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഇയ്യാകും വഇയ്യാഹും. ഓ ജനങ്ങളെ, ആഖിറു സമാനിൽ കുറെ ദജ്ജാലുകളും കദ്ദാബുകളും വരും. ദജ്ജാലുകൾ എന്ന വാക്കിന്റെ അർത്ഥം കബളിപ്പിക്കുന്നവരെന്നാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നവർ വരും. ഹക്കും ബാത്തുലും കൂട്ടിക്കുഴച്ച് ആളുകളെ കബളിപ്പിക്കുന്നവർ വരും. കദ്ദാബൂന, ധാരാളം കള്ളം പറയുന്നവർ വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ലക്ഷണം പറഞ്ഞു. യതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളെ പൂർവീക പിതാക്കന്മാരും കേൾക്കാത്ത പുതിയ ആശയങ്ങളുമായി അവർ വരും, പുതിയ വർത്തമാനങ്ങളുമായി അവർ വരും. എന്റെ ഉമ്മമാരെ,
ജുമുഅക്ക് സ്ത്രീകൾ പോകണമെന്നൊരാശയം നമ്മുടെ പൂർവീകരായ ഉപ്പാപ്പമാര് കേട്ടിരുന്നോ? അതുപോലെ ഖുതുബയുടെ ഭാഷ മാറ്റണമെന്നൊരഭിപ്രായം നമ്മുടെ ഉപ്പാപ്പമാര് കേട്ടിരുന്നോ? തറാവീഹ് 8 ജുമുഅന്റെ ബാങ്ക് 1 നമ്മുടെ പൂർവീകന്മാര് കേട്ടിരുന്നോ? നാരിയത്ത് സലാത്ത് നാറിയ സലാത്താണെന്ന് പറയുന്നൊരു വാചകം നമ്മുടെ മുൻഗാമികൾ കേട്ടിരുന്നോ? ഇന്നാ ലില്ലാഹ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളായ പൂർവീക പിതാക്കളും കേൾക്കാത്ത പുതിയ ആശയങ്ങളുമായി അവർ വരും, പുതിയ വർത്തമാനങ്ങളുമായി അവർ വരും. ഇയ്യാകും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും, അവര് നിങ്ങളെ പിഴപ്പിച്ചു പോകരുത്, നിങ്ങളെ അവർ ഫിത്നയാക്കി പോകരുത്, വളരെ ശ്രദ്ധിക്കണേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത് വ്യക്തമായി നമുക്കിവിടെ പുലർന്നു കാണുകയാണ്. അതുകൊണ്ട് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് പറയട്ടെ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിച്ചു മരിക്കണം. അതുപോലെ പടച്ചറപ്പിന് തഖ്വയോടെ ജീവിക്കണം. റസീയം വലിയുല്ലാഹി അവരുടെ ആണ്ട് നേർച്ചയുടെ സദസ്സാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മഹാനവറുകളുടെ പേരിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിന് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അതിനെ സഹായിക്കുന്നവർക്കും നമുക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് നൽകുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കണം. ചെറുപ്പക്കാരെ, നിർബന്ധമായ അമലുകളൊന്നും നാം കൈയൊഴിക്കരുത്, തെറ്റുകളിലൊന്നും തന്നെ നാം സഹകരിക്കരുത്. മാതാപിതാക്കളോട് ആദരവ് കാണിക്കണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറണം, ഭാര്യമാരോട് അക്രമം ചെയ്യരുത്, ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത്, കൃത്യമായി 5 വക്ത നിസ്കാരം നിർവഹിക്കണം, സുന്നത്ത് നിസ്കാരവും സുന്നത്തായ അമലുകളും പരമാവധി ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ ചെറിയ മക്കളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ദർസുകളെല്ലാം നശിച്ചു പോവുകയാണ്, ഇൽമുള്ളവർ വളർന്നു വരാതെ ഇതാ ദർസുകൾ ഓരോന്നോരോന്ന് ശുഷ്കിച്ച് കാര്യവിവരമുള്ള പണ്ഡിതന്മാർ ഇല്ലാതെയാകാൻ പോവുകയാണ്. അതോടുകൂടെ ദീൻ നശിക്കുകയല്ലേ ഫലം. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മക്കളെ ഇൽമു പഠിപ്പിക്കാൻ എന്റെ രക്ഷിതാക്കൾ തുനിയണം. അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നവനെന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ മക്കൾക്ക് ബർക്കത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. നന്നായി ഇൽമു പഠിച്ചു വളരാൻ ബുദ്ധിയുള്ള മക്കളെ ദർസുകളിലേക്ക്, ശരീഅത്ത് കോളേജുകളിലേക്ക്, ദഅവാ കോളേജുകളിലേക്ക് കാര്യവിവരമുള്ള പണ്ഡിതന്മാരിൽ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാൻ രക്ഷിതാക്കൾ തുനിയണം. അടുത്ത ഭാവിയിലും ദീൻ ഇവിടെ നിലനിൽക്കണ്ടയോ, അതിനാവശ്യമായ അർഹതയുള്ള പണ്ഡിതന്മാർ ഉയർന്നു വരേണ്ടയോ, അതിന് നമ്മൾ തന്നെ പരിശ്രമിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമല്ലയോ. അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് വളർത്താനും നല്ലതിലായി നല്ലവരായി ജീവിച്ചു മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഒരു ചെറിയ സംഭവം ബർക്കത്തിന് വേണ്ടി പറയുന്നു. ഈമാൻ, ഉറച്ച ഈമാന് വേണം, എങ്കിലേ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുകയുള്ളൂ, എങ്കിലേ ഭയാനകമായ നരകം ഭയപ്പെടുകയുള്ളൂ, എങ്കിലേ തഖ്വയോടൊരു മനുഷ്യൻ പ്രവർത്തിക്കുകയുള്ളൂ. അതിന് ഉറച്ച ഈമാൻ വേണം. സഹോദരന്മാരെ, മദീന പള്ളിയിൽ നിസ്കാരം നടക്കുന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അതാ ഒരു സഹാബി ദിക്റിനും ദുആക്കും നിൽക്കാതെ ഇറങ്ങിപ്പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ആരാണെന്ന് ശ്രദ്ധിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വിളിപ്പിക്കുന്നു. അബൂ ദുജാനത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് ദിക്റിനും ദുആക്കും നിൽക്കാതെ ഇറങ്ങിപ്പോകുന്നത്. എന്തേ അബൂ ദുജാന, നിനക്ക് പടച്ചവനോടൊന്നും ചോദിക്കാനില്ലേ? നീ
ദിക്റിനും ദുആക്കും നിൽക്കാതെ ഇറങ്ങിപ്പോകുന്നതിന്റെ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, എനിക്ക് ദിക്റും ദുആയും ഒക്കെ വേണം, പക്ഷേ എന്റെ സങ്കടം ഞാൻ പറയാം. എനിക്ക് ദരിദ്രരായ കുടുംബമാണ്, ദരിദ്രരായ മക്കളാണ്, പട്ടിണി കിടക്കുന്ന മക്കളാണ്. ആ മക്കൾ ഉറക്കു തെളിഞ്ഞു വന്നാൽ എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പന മരമുണ്ട്. ആ ഈത്തപ്പന മരത്തിന്റെ മേലെ ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പന മരം എന്റെ തൊട്ടടുത്ത വീട്ടുകാരന്റേതാണ്, എന്റേതല്ല. ആ മരത്തിൽ നിന്ന് പഴുത്ത ഈത്തപ്പനയുടെ ഈത്തപ്പഴങ്ങൾ എന്റെ മുറ്റത്ത് കൊഴിഞ്ഞു വീണിട്ടുണ്ടാകും. ഇരുട്ട് മാറി വരുമ്പോൾ എന്റെ ചെറിയ മക്കൾ ഉറക്കു തെളിഞ്ഞു വന്നാൽ അന്യന്റെ ഈത്തപ്പഴം പെറുക്കിയിട്ടവര് തിന്നവരെ വയറ്റിയാക്കി പോകും. അതാ അക്കാരണം കൊണ്ട് എന്റെ മക്കളെ ആഹാരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എന്റെ ശ്രദ്ധയിൽ എന്റെ ഒരു ചെറിയ മകൻ തൊള്ളയിൽ അന്യന്റെ ഈത്തപ്പഴമെടുത്തിട്ടത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് ഞാനത് പിടിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പോ എന്റെ മകൻ കുറെ നിലവിളിച്ചതാണ്, നബിയേ, എന്റെ മക്കൾ ഉറക്കു തെളിയുന്നതിന് മുമ്പ് പോയി ആ ഈത്തപ്പഴങ്ങളൊക്കെ പെറുക്കിയിട്ട് ഉടമസ്ഥന്റെ പറമ്പിലേക്ക് വളപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അതിന് ദിക്റും ദുആക്കും നിൽക്കാതെ എന്റെ മക്കളുടെ വയറ്റിൽ അന്യന്റെ സ്വത്ത് കുടുങ്ങാതിരിക്കാൻ ഞാൻ ഓടിപ്പോവുകയാണ് നബിയേ. കച്ചവടക്കാരാലോചിക്കണം, തൊഴിലാളികൾ ചിന്തിക്കണം, സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ പ്രവർത്തനം നടത്തുന്നവരാലോചിക്കണം. ഒരാളുടെയും ഒരു നയാകാശ് പോലും അനധികൃതമായി നമ്മുടെ കയ്യിൽ വന്നുകൂടാ. നമ്മുടെ കുടുംബം അത് ഭക്ഷിച്ചുകൂടാ, നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൂടാ, ഭാര്യമാരെ ഭക്ഷിപ്പിച്ചുകൂടാ, നമ്മൾ ധരിച്ചുകൂടാ. ഹക്കിനെ നന്നായി ഭയപ്പെടണം. ഈമാൻ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ സാമ്പത്തികമായ ചുറ്റുപാടുകൾ വളരെ ക്ലിയർ ആയിരിക്കും. ഈമാനില്ലെങ്കിലോ പണക്കൊതിയന്മാർ എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്ന അബ്ദുദ്ദീനാരിഹമുണ്ടാകും. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമായില്ലേ? അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അങ്ങേയറ്റത്തെ ദയാലുവായ, കാരുണ്യം ജ്വലിക്കുന്നവരായ അതേ അവിടുത്തെ ഉമ്മത്തുകളുടെ പ്രയാസം വല്ലാതെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ സങ്കടമായില്ലേ, വിഷമമായില്ലേ? ഉടനെ തന്നെ ചോദിച്ചില്ലേ, ആ ഈത്തപ്പന മരത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഉടമസ്ഥന്റെ പേര് കിട്ടി, അദ്ദേഹത്തെ വിളിപ്പിച്ചു. ചോദിച്ചില്ലേ, നിന്റെ ഈത്തപ്പന മരം അബൂ ദുജാനയുടെ വീട്ടുവളപ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഈത്തപ്പന മരം, ആ ഈത്തപ്പന മരം എനിക്ക് വിൽക്കുമോ? സ്വർഗത്തിൽ 10 ഈത്തപ്പന മരം പകരം തരാം. അതേ, فإن من جودك دنيا وضرتها ومن علومك اللوح والقلم. ദുനിയാവും ആഖിറവുമെല്ലാം അടിമകൾക്ക് യജമാനനായ റബ്ബ് കൊടുക്കുന്നതിന്റെ ഇടക്കുള്ള മധ്യവർത്തി, അതിന്റെ കാരണക്കാരൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ കള്ള കൊടുത്ത അധികാരമനുസരിച്ച് സംസാരിക്കുകയാണ്. സ്വർഗത്തിൽ 10 ഈത്തപ്പനമരം തരാം, നീ ആ ഈത്തപ്പനമരം എനിക്ക് വിൽക്കുമോ? അത് ചോദിക്കുമ്പോൾ മുസ്ലിമേ, ഈമാനുണ്ടെങ്കിലല്ലേ
കാര്യം കേട്ടാൽ ഫലം കിട്ടുള്ളൂ. ആ മനുഷ്യന്റെ മറുപടി, മുഹമ്മദേ, എന്റെ ഈത്തപ്പനമരം ഞാൻ വിൽക്കും, പക്ഷേ ക്യാഷിനല്ലാതെ, റൊക്കമല്ലാതെ കടത്തിന് വിൽക്കൂല. അപ്പോഴല്ലേ ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞു കിടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞില്ലേ, നിന്റെ ഈത്തപ്പന മരം മദീനയിൽ ഫസ്റ്റ് ക്വാളിറ്റി 10 ഈത്തപ്പന മരം ഞാൻ നിനക്ക് തരാം, എനിക്ക് വിൽക്കുമോ? അതേ അബൂബക്കറെ, നിനക്ക് അങ്ങനെയാണെങ്കിൽ വിൽക്കാം, റൊക്കമാണല്ലോ വില തരുന്നത്, കടമല്ലല്ലോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിഞ്ഞ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, നബിയേ, സ്വർഗ്ഗത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ 10 ഈത്തപ്പന മരം സാധുവായ അബൂബക്കറിന് തരണം നബിയേ. അവന് ഈത്തപ്പനം സ്വർഗത്തിൽ ഞാൻ കൊടുത്തോളാം, ഇവിടെ ദുന്യാവിൽ ഞാൻ കൊടുത്തോളാം, സ്വർഗത്തിലെ മരം എനിക്ക് തരണം നബിയേ. കച്ചവടമടിച്ചു വീട്ടിലേക്ക് തിരിച്ചുപോയ ഈ കപട വിശ്വാസിയായ മുനാഫിഖ് ഭാര്യയുമായി പറയുന്നു, വലിയ ലാഭമുള്ള കച്ചവടം ചെയ്ത് വരികയാണ്. ഒരു ഈത്തപ്പനക്ക് പകരം 10 ഈത്തപ്പന മരമാണ്. അതിന്റെ പുറമേ നമ്മുടെ ഈത്തപ്പന മരം നമ്മുടെ പറമ്പിലാണുള്ളത്, നമ്മുടെ വളപ്പിലാണുള്ളത്, അത് കൊടുക്കേണ്ടതുമില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നല്ല പരിചയം മരത്തിനുണ്ടല്ലോ, മരത്തിന് പരിചയമുണ്ടല്ലോ, കല്ലുകൾക്ക് പരിചയമുണ്ടല്ലോ. അതല്ലേ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? മരങ്ങൾക്കും നല്ല പരിചയമുണ്ടല്ലോ, അവരുന്നല്ലേ കച്ചവടം ചെയ്തത്, ഈ മഹാന്മാരല്ലേ. നേരം വെളുത്തു നോക്കുമ്പോ ആ മുനാഫിഖിന്റെ വീട്ടുവളപ്പിലുള്ള ഈത്തപ്പന മരം അതാ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്ത് വന്നു നിൽക്കുന്നു. അവന്റെ വളപ്പിൽ കാണാനില്ല. സഹോദരന്മാരെ, മനസ്സിന്റെ അടിത്തട്ടിൽ ഉറപ്പ് വേണം, എങ്കിലേ സ്വർഗത്തിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കാനുള്ള മനസ്സുണ്ടാകൂ, എങ്കിലേ ദിക്റും തസ്ബീഹും ചൊല്ലാൻ മനസ്സുണ്ടാകൂ, എങ്കിലേ സ്വലാത്ത് ചൊല്ലാൻ മനസ്സുണ്ടാകൂ, എങ്കിലേ സൽക്കർമ്മങ്ങൾക്ക് മനസ്സുണ്ടാകൂ. ഈമാൻ ഹൃദയത്തിൽ ഉടമൂലമാകണം. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, വലിയ വലിയ രാഷ്ട്രത്തലവന്മാർക്ക് നീ കൊടുക്കാത്ത ഈമാനിന്റെ വെളിച്ചം ഈ ആഖിറുസമാനിലുള്ള ചണ്ടിചവറുകളായ ഞങ്ങളെ മനസ്സിൽ നീ തന്നിട്ടുണ്ടല്ലോ റഹ്മാനേ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇസ്സത്തുണ്ടെങ്കിൽ അത് ഈമാനിന്റെ ഇസ്സത്ത് തന്നെ. നീ ഞങ്ങളെ ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനേ.